സപ്പോർട്ട് ലഭിക്കുന്ന 3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഇടിഞ്ഞ് 182 രൂപ 85 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 214, 52 വീക്ക് ലോ 50. ഇറാഡ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻസ് നൽകുന്ന കമ്പനിയാണ്. ഇറാഡയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കമ്പനിയുടെ മാനേജ്മെൻറ്റ് CNBC TV 18 നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റോടുകൂടി ഫണ്ടുകൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാണ്. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓഫ് ഷോർ ഫണ്ടുകൾ കൂടി കമ്പനി ഇനി മുതൽ സ്വീകരിച്ചേക്കും. കൂടാതെ കമ്പനി റീറ്റെയിൽ സെഗ്മെൻറ്റിലെ പ്രോജക്റ്റുകളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. റൂഫ് ടോപ്പ് സോളാർ, PM കുസും, ഇലക്ട്രിക് വെഹിക്കിൾ, ബിസിനസ് ടു കൺസ്യൂമർ സെഗ്മെൻറ്റ് തുടങ്ങിയ സെഗ്മെൻറ്റിലെ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഹെൽപ്പും കമ്പനി ഇനി മുതൽ നൽകും. 5 വർഷത്തെ CAGR 30%-അടുത്താണ്. കമ്പനി 5 വർഷം കൊണ്ട് 25%-ഓളം ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. CRAR അതായത് ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ 15%-അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് AAA എന്ന ക്രെഡിറ്റ് റേറ്റിംഗുമുണ്ട്. കൂടാതെ കമ്പനി അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കറണ്ട് മാർജിൻ 3.2%-അടുത്തായിട്ടാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 67% ഇയർ ഓൺ ഇയറിലും കമ്പനിയുടെ റവന്യൂ 44% ഇയർ ഓൺ ഇയറിലും വർദ്ധിച്ചു. 1253 കോടി രൂപയുടെ റവന്യൂവും 335 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 41,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 150%-ന് മുകളിൽ റിട്ടേൺ നൽകുകയും ചെയ്തു. ഇറാഡ എന്ന സ്റ്റോക്ക് 215 എന്ന ലെവലിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം സ്റ്റോക്ക് ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോളോ ചെയ്യുകയാണ്. അതായത് ലോവർ ഹൈ ലോവർ ലോ എന്ന രീതിയിലുള്ള ഒരു ബിയറിഷ് പാറ്റേൺ. ഈ പാറ്റേണിൽ ഇതുവരെയും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടില്ല. അതേസമയം 145 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് ടെൻല പ്ലാറ്റ്ഫോം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.2% ഇടിഞ്ഞ് 968-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 1317, 52 വീക്ക് ലോ 493, വാല്യൂഷൻ 24.02, ഡിവിഡൻഡ് ഈൽഡ് 1%-അടുത്ത്. ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കും കഴിഞ്ഞ 6 മാസമായി 950-അടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 950 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ്. ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനി മെസ്സേജിംഗ് എസ് എ പ്ലാറ്റ്ഫോം സർവീസ് ബാഴ്സലോണയിൽ ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ മെസ്സേജിംഗ് എസ് എ പ്ലാറ്റ്ഫോം സർവീസ് ഗൂഗിളിൻ്റെ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജിംഗ് സർവീസാണ്. ഇത് ടെൻല പ്ലാറ്റ്ഫോമിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. 950 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്, 1280 റെസിസ്റ്റൻസ്. ഈ സപ്പോർട്ടിൽ നിന്നും ഒരു ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ വരാൻ സാധ്യതയുണ്ട്. ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ 800, 810 തുടങ്ങിയ റേഞ്ചുകളിലായിരിക്കും സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുക. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 1250 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. അതിനുശേഷം 1500 പോലുള്ള അപ്സൈഡ് ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ്. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.25, ഡിവിഡൻഡ് ഈൽഡ് 1.77%. 52 വീക്ക് ഹൈ ആയ 3896 നിന്നും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്ക് ഇപ്പോൾ 2875-അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് കമ്പനി കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ ബിസിനസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന അപ്ഡേറ്റാണ്. ഇവിടെ കമ്പനി വോളണ്ടിയറായി അവരുടെ കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ ബിസിനസ് അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി ഏജൻസിയുടെ നിർദ്ദേശം കൊണ്ടല്ല കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നിന്നും എത്രത്തോളം റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുമെന്നും ഇത് കമ്പനിയുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചൊന്നും കമ്പനി ഇവിടെ പരാമർശിച്ചിട്ടില്ല. കൂടാതെ ഫെബ്രുവരി മാസത്തെ കമ്പനിയുടെ പെർഫോമൻസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ ക്ലയൻറ്റ് ബേസ് ഇയർ ഓൺ ഇയറിൽ 61% ഉയരുകയും മന്ത് ടു മന്ത് 5% ഉയർന്ന് 21.43 മില്യനായി മാറുകയും ചെയ്തു. ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ ഇയർ ഓൺ ഇയറിൽ 125% വർദ്ധിച്ച് 1.01 മില്യനായി മാറി. ആവറേജ് ക്ലയൻറ്റ് ഫണ്ടിംഗ് 57% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2035 കോടിയായി മാറി. കൂടാതെ ആവറേജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് 107% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 172 മില്യനായി മാറി. ഓവറാൾ ആവറേജ് ഡെയിലി ടേൺ ഓവർ 157% വർദ്ധിച്ച് 45 ലക്ഷം കോടിയായി മാറുകയും
F&O സെഗ്മെൻറ്റിലെ ഡെയിലി ടേൺ ഓവർ 189% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 44 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഡേറ്റ ഏഞ്ചൽ വണ്ണിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ഡേറ്റ തന്നെയാണ്. അതേസമയം സ്റ്റോക്ക് ഒരു ബിയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നു. സ്റ്റോക്കും 3896 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും തുടർച്ചയായി പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്കിൽ ഒരു ലോ രീതിയിലുള്ള ബിയറിഷ് പാറ്റേൺ ഫോളോ ചെയ്യുകയുമാണ്. 2800 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ സപ്പോർട്ട് മറികടന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ 2500 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 3000, 3250, 3500 തുടങ്ങിയ സോണുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്